ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ നെക്ലേസ് ആണ്. അതിന് കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതുള്ളൂ. ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ OHP ഷീറ്റ് എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കുന്തൻ സ്റ്റോൺസ് ആണ്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിനുള്ള കുന്തൻ സ്റ്റോൺ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഇപ്പോൾ 2 ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഞാൻ OHP ഷീറ്റിൽ B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഞാനത് കുന്തൻ സ്റ്റോൺസ് പൊട്ടിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നെക്ലേസ്, ഇൻവിസിബിൾ നെക്ലേസ് എങ്ങനത്തെയെന്ന് വെച്ചാൽ 5 ലോക്കറ്റ് വരുന്ന നെക്ലേസാണ്. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ 5 ലോക്കറ്റ് ഉണ്ടാക്കണം. ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് 5 ലോക്കറ്റ് ഈ OHP ഷീറ്റിൽ നമുക്ക് പൊട്ടിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇൻവിസിബിൾ നെക്ലേസിൻ്റെ ലോക്കറ്റൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 5 ലോക്കറ്റ് OHP ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കത് കത്രി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഇൻവിസിബിൾ നെക്ലേസിൻ്റെ ഏകദേശം പണി കഴിയാനായി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് 5 ലോക്കറ്റും കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ 5 ലോക്കറ്റും കട്ട് ചെയ്തെടുത്തു. പിന്നെ വേണ്ടത് ഐപ്പിന്ന്. ഇപ്പോൾ ഇവിടെ 5 ലോക്കറ്റിന് 5 ഐപ്പിന്ന് എടുക്കണം. എന്നിട്ട് ലോക്കറ്റിനനുസരിച്ച് ആ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പകുതിയോളം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 5 ഐപ്പിന്നും ഒരേപോലെ ഒരേ സൈസിൽ 5ഉം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ലോക്കറ്റിലേക്ക് മറ്റേ B7000 ഗം ഉപയോഗിച്ചിട്ട് നമുക്കത് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. നമ്മളിവിടെ ഐപ്പിന്ന് ഒട്ടിക്കുമ്പോൾ നന്നായി തന്നെ പശ തേച്ചിട്ട് ഒട്ടിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് ഗമ്മ മാത്രം യൂസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഐപ്പിന്ന് പോരാൻ ചാൻസ് ഉണ്ട്. നന്നായി തന്നെ പശ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഐപ്പിന്ന് ഒട്ടിച്ച് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ വയർക്ക് ലോക്കറ്റ് കയറുന്ന രീതിക്ക് വേണം നമ്മൾ ഐപ്പിന്ന് ഒട്ടിച്ച് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഐപ്പിന്ന് ചേരിച്ചിട്ടൊക്കെ ഒട്ടിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗിയർ വയർക്ക് കയറ്റുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നേരം പോലെ ലോക്കറ്റ് നിൽക്കാനൊന്നും ചാൻസ് ഉണ്ടാവില്ല. ഐപ്പിന്ന് ഒട്ടിക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രമേ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പം നമ്മുടെ 5 ലോക്കറ്റിലും ഐപ്പിന്ന് ഒട്ടിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു വാക്സ് സ്ട്രിപ്പ്. അതെടുത്തിട്ട് നമ്മുടെ ലോക്കറ്റിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഐപ്പിന്നിൻ്റെ ഈ ലോക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഐപ്പിന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അത് ഓപ്ഷണലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സ് സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നത്. ഇനിയിപ്പോൾ വാക്സ് സ്ട്രിപ്പ് കിട്ടാനില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു ഓപ്ഷണലാണിത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കത് വാക്സ് സ്ട്രിപ്പ് വാങ്ങിയിട്ട് നമുക്ക് ലോക്കറ്റിൻ്റെ പുറകിൽ ഒട്ടിക്കാവുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 5 ലോക്കറ്റിൽ വാക്സ് സ്ട്രിപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഗിയർ വയർ നമ്മളെ കഴുത്തിനനുസരിച്ചുള്ള ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക. നമ്മൾ എത്രയാണോ അത്യാവശ്യമുള്ളത്, കഴുത്തിൽ എത്ര ഇറക്കത്തിൽ വേണം, അതിനനുസരിച്ചൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്കൊരു ലോക്കറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 സൈഡിലും ഓരോ ഗിയർ ലോക്ക് പറഞ്ഞാൽ ഒരു ബീഡ്സാണ്, ഒരു മുത്ത് പോലെ ഒരു സാധനമാണ്. അത് 2 സൈഡിലേക്കും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഷുഗർ ബീഡ്സ് 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഗിയർ ലോക്കില്ലേ, അത് ലോക്കിന് ഈ ഫസ്റ്റ് ഇട്ടുള്ള ലോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചിട്ട് 2 സൈഡിലുമായിട്ട് ഈ ഗിയർ ലോക്ക് ചെയ്ത് വെക്കണം. പ്രസ് ചെയ്തിട്ട്
ലോക്കാക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോക്കാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സെൻട്രൽ ലോക്കറ്റിന് 2 സൈഡും ലോക്കാക്കി വെച്ചിട്ട് അതിന് ശേഷം ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ 2 സൈഡിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഭാഗത്തുള്ള ലോക്കറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ബാക്കിയുള്ള 4 ലോക്കറ്റും എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും നമുക്കിതിപ്പോൾ 5 ലോക്കറ്റ് ഉള്ളതുകൊണ്ട് സെൻറ്ററിൽ ഒരു ലോക്കറ്റ് വരും, പിന്നെ 2 സൈഡിലായിട്ട് 2 ലോക്കറ്റ്, പിന്നെ 2 ലോക്കറ്റ്. അങ്ങനെയാണ് ഞാനിവിടെ നെക്ലേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ ലോക്കറ്റ് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇടുക, പ്രസ് ചെയ്തിട്ട് ലോക്കാക്കുക, പിന്നെ ഷുഗർ ബീഡ്സ് 2 സൈഡിലും ഇടുക, പിന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ്സാക്കുക. അങ്ങനെ 5 ലോക്കറ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം നമ്മൾ നെക്ലേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫിഷ് ഹുക്കാണ്. ഫിഷ് ഹുക്ക് എടുക്കുക, പിന്നെ ഒരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള റിങ് പോലുള്ള നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആണ്, അതെടുക്കുക. ഇത് നമ്മുടെ നെക്ലേസിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ട് ഗിയർ വയറിൻ്റെ അറ്റത്തിടുക, എന്നിട്ട് അതിലേക്ക് ഫിഷ് ഹുക്ക് ഇടുക, എന്നിട്ട് പിന്നെ അത് വളച്ചിട്ട് നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഗിയർ വയറിൻ്റെ ലാസ്റ്റത്തെ അറ്റെടുത്തിട്ട് കയറ്റി കൊടുത്തിട്ട് രണ്ടും കൂടി ലോക്കാക്കിയിട്ട് വെക്കുക. ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മളെ ലോക്ക് ഇടാനുള്ള ആ റിങ്ങും ചെയ്യുക. ഗിയർ ലോക്ക് ഇട്ടിട്ട് അതിലേക്ക് ആ റിങ് വെച്ചിട്ട് ഗിയർ വയറിൻ്റെ അറ്റിട്ടിട്ട് ലോക്കാക്കുക. 2 സൈഡിലും സെയിം മെത്തേഡിലാണ് നമ്മൾ ലോക്ക് ഇടുന്നത്. അത്രയും ചെയ്താൽ തന്നെ നമ്മുടെ നെക്ലേസ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ നമുക്കൊരു നെക്ലേസ് ഉണ്ടാക്കാനുള്ള പണി. ഇത്രയും ചെയ്താൽ തന്നെ നമുക്കൊരു നെക്ലേസ് കിട്ടും. ഒരു ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു നല്ല രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചൊരു നെക്ലേസ് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് നെക്ലേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമുക്കിതൊക്കെ പഠിച്ചിട്ട് നമുക്ക് നെക്ലേസൊക്കെ സെയിൽ ചെയ്യാവുന്നുള്ളൂ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാവുന്നുള്ളൂ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണിത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.